ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഞാനൊരു നെല്ലിക്ക പിക്കിള് ഉണ്ടാക്കാനാണ് പോകുന്നത്. നെല്ലിക്ക പിക്കിള് ഞാൻ ഒരു 11 മാസം മുമ്പേ ഞാൻ 2-3 വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ചോറ് വെച്ച വീഡിയോയിൽ പിക്കിളെടുത്ത് വെക്കാൻ നേരത്തെ അങ്ങനെ ആ നെല്ലിക്ക പിക്കിള് തീരാറായി. കാര്യം അന്ന് 1 കിലോ ഞാൻ ഇട്ടത്. കുറേ പിക്കിളിട്ടപ്പോഴൊക്കെ നാരങ്ങ ഇട്ട്, പക്ഷേ ഇന്ന് മൊത്തം നമ്മൾ കഴിക്കുന്നില്ല, പലർക്കും കൊടുക്കാറുണ്ട് ഞാൻ. പിന്നെ അങ്ങനെ നമ്മുടെ കയ്യിൽ നെല്ലിക്ക പിക്കിള് തീർന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 11 മാസം മുമ്പിട്ട നെല്ലിക്ക പിക്കിള് ഞാൻ ഇപ്പോൾ എടുത്ത് ബാക്കി തീരാറായി. ഇതുണ്ടോ, ഇങ്ങോട്ട് മാറ്റി ഡപ്പ ഒഴിച്ചെടുക്കാൻ കണ്ടോ. ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടില്ല, എപ്പോഴും എണ്ണ ഇങ്ങനെ കിടക്കണം കണ്ടോ, ഒരു ശകലം എണ്ണ ഇങ്ങനെ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രമൊക്കെ ആവശ്യത്തിന് കുറച്ചെടുത്ത് മാറ്റി വെച്ച് എന്നും ചെന്ന് വലിയ ഡപ്പയിൽ കൊണ്ടിട്ട് കുപ്പിയിൽ കൊണ്ടിട്ട് സ്പൂൺ ഇടാതിരിക്കുക. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെയും ദാണ്ടേ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല ആ പിക്കിള് പുറത്തിരുന്നപ്പോൾ. ഇപ്പം നല്ല രസം ഇത് കഴിക്കാൻ. തീർന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി ഞാൻ ഇപ്പം 2 കിലോ നെല്ലിക്ക എടുത്തേക്കുന്നത്. അന്ന് ഇട്ടേക്കുന്ന വേറെ രീതിയാണ്, ഇന്നിടുന്ന വേറെ രീതിയാണ്. ഇത് അന്നിട്ടത് 1 കിലോ ഇട്ടിട്ടുണ്ട്, ഇന്നിപ്പം 2 കിലോ ഇടാൻ പോകണം. അതുകൊണ്ട് ദാണ്ടേ ഇത് നെല്ലിക്ക മറ്റേ ഞാൻ നെല്ലിക്ക അന്ന് പുഴുങ്ങിയതാണ്. ചെറുതായിട്ട് ആവിയിലൊന്ന് ഇതങ്ങ് വെച്ചേക്കട്ടെ. ആവിയിലൊന്ന് ഇഡലി കുട്ടത്തിൻ്റെ തട്ടിൽ വെച്ച് ആവിയേറ്റി എടുത്തിട്ട് തുടച്ച് എടുത്തതാണ് അന്നുണ്ടാക്കിയത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇത് പച്ച നല്ലതുപോലെ കഴുകി അരിഞ്ഞ് തുടയ്ക്കണം. ഓരോ നെല്ലിക്കയും വെള്ളമയം ഇതിൻ്റെ നീര് അരിയുമ്പോൾ നീര് വരും, അത് പ്രശ്നമല്ല. അത് അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന നെല്ലിക്ക, കുരുവൊക്കെ മാറ്റി എടുത്ത് വെച്ചേക്കുന്ന നെല്ലിക്ക. എന്നിട്ട് ഒരു 150 ഗ്രാം വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കിയിട്ട് കഴുകി 2ആയിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ട്. ചെറുതാക്കണ്ട, ഇത് വലിയ വെളുത്തുള്ളി 2ആയിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 100 ഗ്രാം പച്ചമുളക് 2ആയിട്ട് പിളർന്ന് പിന്നെ 2ആയിട്ട് മുറിച്ചിട്ടുണ്ടേ. നമുക്ക് തുടങ്ങാം. ഇനി ഇതിനൊരു മസാല റെഡിയാക്കേ. ആദ്യം ഒരു പാത്രം എടുത്ത് വെക്കാം. അതിനകത്ത് ഒരു 6 ടേബിൾ സ്പൂൺ മല്ലി, ഇതെല്ലാം കൂടെ പറയാം എന്നിട്ടില്ല. 6 ടേബിൾ സ്പൂൺ മല്ലി കുറച്ചിങ്ങോട്ടിട്ട്. പിന്നെ 2-2.5 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം കൂടെ ഇങ്ങോട്ടിടേ. ഇതൊന്ന് വറുക്കാന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേ. സ്റ്റൗ കത്തിക്കാം. അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മല്ലിയും ഉലുവയും പെരിഞ്ജീരകവും എല്ലാം നല്ല മണം വരുന്നു. അധികം അങ്ങ് മൂക്കരുതേ. ആണ്ട് ഈ പരുവത്തിന് അങ്ങ് അണയ്ക്കാം. ഗ്യാസ് ഓഫാക്കാം. ഇതൊന്ന് തണുക്കട്ടെ. വേറൊരു പാത്രത്തിലോട്ട് മാറ്റേ. നമ്മുടെ ഈ മല്ലിയില്ലേ, മല്ലിയും ഉലുവയും പെരിഞ്ജീരകം അത് നല്ല തണുത്തേ. ഇത് പൊടിക്കുന്നത് നല്ല ഇതാവട്ടെ, പൗഡറായിട്ട് പൊടിയരുതേ, തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണേ. എന്നിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ. വേണ്ടേ, മല്ലി നല്ല തരിതരിപ്പായിട്ട് ഉലുവയും മല്ലിയും എല്ലാം പൊടിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരു അടുപ്പി വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കേ. പാത്രം ചൂടാവട്ടെ. 1 ലിറ്റർ നല്ലെണ്ണ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യമേ കുറച്ചൊഴിച്ച് കടുകൊന്ന് പൊട്ടിക്കാം, എന്നിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാം. അല്ല, ഇത്രയും എണ്ണ ചൂടായിട്ട് വന്നിട്ട് കടുക് പൊട്ടാം. എണ്ണ ചൂടാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഈ അടുപ്പ് കത്തിച്ചിട്ട് ഈ എണ്ണ ഇതിനകത്ത് വെച്ച് ചൂടാക്കേ. പച്ച എണ്ണ എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത്, ചൂടായിട്ടേ എണ്ണ ഒഴിച്ചു കൊടുക്കാവുള്ളൂ.
ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പൂത്ത് പോകുന്നത്. മൊത്തം ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ. ചൂടായി കിടക്കട്ടെ. നമ്മളെ കടുക് എണ്ണ ചൂടായി ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കും. ഞാൻ കടുക് കുറേ ഇടുന്നുണ്ടേ പൊട്ടിക്കാനായിട്ട്. നോക്കട്ടെ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്ത്, ഇത് ചെറിയ ടേബിൾ സ്പൂൺ വലുതല്ലത്, 3 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുക് പൊട്ടട്ടെ. ഇത് വെള്ളമയം ഇതിന് കംപ്ലീറ്റ് വെള്ളമയം ഇതിനകത്ത് തൊടുകയേ ചെയ്യരുത്. ഈ എടുക്കുന്ന സ്പൂണായാലും നമ്മുടെ കൈ പോലും വെള്ളമയം കാണരുത്, അല്ലെങ്കിൽ പിക്കിൾ പൂത്തു പോകും, ചീത്തയാവും. ഈ പച്ചമുളക് തന്നെ നല്ല കഴുകി തുടച്ചിട്ടേ അരിഞ്ഞ് വെക്കാവുള്ളേ. വെളുത്തുള്ളി എല്ലാം. ഇത് പൊട്ടട്ടെ. കുറേ കടുകില്ലായിരുന്നു, അതുകൊണ്ട് അത്രയും സമയം. കടുക് കംപ്ലീറ്റ് പൊട്ടിയിട്ട് തീയും കുറയ്ക്കാം. തീ നല്ല കുറയ്ക്കാം. ഇനി ഇതിനകത്ത് ഈ 150 ഗ്രാം വെളുത്തുള്ളിയിൽ 2 പിളർന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് അത് വേപ്പില അതുപോലെ തന്നെ എല്ലാം കഴുകി നല്ല വെള്ളമൊക്കെ മാറ്റിയിട്ടേ ഇടാവുള്ളൂ. ഒരു 5 തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടേക്കാണ്. ഇതിനകത്തോട്ട് ഈ പച്ചമുളകില്ലേ അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇത്രയും വാടിയാൽ മതിയേ. തീ കുറച്ചിട്ടേക്ക് ഒന്നിച്ചിരി കൂട്ടിയിട്ട് കൊടുക്കും. നെല്ലിക്കയൊക്കെ ഇപ്പം ഇപ്പം സീസണല്ലേ നെല്ലിക്കയൊക്കെ. ഇത് വലിയ നെല്ലിക്ക, ഇത് ഓക്കെ, മുഴുത്ത നെല്ലിക്ക. മതിയേ. ഇനി ഇതിലോട്ട് ഈ നെല്ലിക്ക തീ കുറച്ചിടാം. നെല്ലിക്ക കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ശകലം പോലും വെള്ളമയം കാണില്ല, കണ്ട ഉണങ്ങിയിരിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യേ. ഇതിനകത്ത് കുറച്ച് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ല മിക്സ് ചെയ്തെടുക്കാം. തീരെ കുറച്ചിട്ടേക്ക് കേട്ടോ, ഒത്തിരി അധികം ഇട്ട് കൊടുക്കണ്ട. ഇവിടെ എണ്ണ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്.
കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം. നെല്ലിക്ക ചൂടായിട്ടില്ല. നെല്ലിക്ക ഒന്ന് നല്ല ചൂടാകട്ടെ. അത് ഇത്രയും ഇതിൻ്റെ എമൗണ്ട് പോകാനേ അധികമായിട്ടൊന്ന് വേവിക്കണ്ടേ, ചെറുതായിട്ട്. ഇത് നമ്മൾ പച്ച നെല്ലിക്ക, ആവി കയറ്റിയിട്ട് ഒന്നും ഇല്ലാത്ത നെല്ലിക്ക. ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടല്ലേ ഉള്ളൂ, ഇതിന് ഉപ്പ് ശരിക്ക് വേണ്ടേ എന്ന് വെച്ചാൽ കണ്ടമാനം കോരി ഇടണ്ട, കുറേ ഉപ്പിട്ടു. ഇനി ഇതിനകത്ത് ഈ ചെറിയ സ്പൂണിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഞാൻ ഈ എണ്ണയുടെ തീ ഓഫാക്കേ. നല്ല മണം വരുന്നുണ്ട്, നല്ലെണ്ണയുടെ നല്ലെണ്ണ ഇത്. ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തേ. ഈ നെല്ലിക്ക ഒന്ന് കഴുകി തുടച്ചരിഞ്ഞെടുക്കുന്ന ആ ടൈം മാത്രമേ ഇതിന് വേണ്ടുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈസിയാണ്. നമ്മൾ ഇനി ഇതിനകത്ത് ഒരു 4 ടീസ്പൂൺ പിരിയമുളക് പൊടി, നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫാക്കാം. മുളക് പൊടി ഒന്ന് ചൂടാക്കിക്കോട്ടെ, കുഴപ്പമില്ല. ഈ ചൂടെണ്ണ നമ്മളിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ച മല്ലിപ്പൊടിയില്ലേ, മല്ലിയും ഉലുവയും പെരുംജീരകവും അതിങ്ങോട്ട് ഇട്ട് കൊടുക്കേ. ഞാൻ ഈ ഗ്യാസ് ഒന്ന് ഓഫാക്കുക. എന്തൊരു മണമാണ് വരുന്നതെന്നറിയാവോ? നല്ല മണം. അതെല്ലാം നല്ല മിക്സ് ചെയ്ത് ഇനി നമുക്കിതിനകത്ത് ഈ എണ്ണയില്ലേ, ഈ എണ്ണ ഇങ്ങോട്ട് ചൂട് 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 ഈ വശം ചൂടുണ്ട്. അന്നുണ്ടാക്കിയ നെല്ലിക്ക കുറേ പേര് കണ്ടതാ, കുറേ പേര്. അത് ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ചെയ്ത സാധനം. ഇത്
എൻ്റെ നാലാമത്തെ 5-ാമത്തെ വീഡിയോ കണ്ടത്. ഇനി ഇതിനകത്ത് എണ്ണ ഒഴിക്കണ്ടേ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം ചൂടായിട്ട് തണുത്തിരിക്കുന്ന എണ്ണയെ കരിയെണ്ണ അല്ല പിന്നെ വേണമെങ്കിൽ മേളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ എന്തായാലും ഇത് തണുക്കാതെ പാക്ക് ചെയ്ത് അത് പറയാൻ മറന്നു. ഇതിൻ്റെ ഇട്ട് വെക്കുന്ന കുപ്പി, ഇത് നെല്ലിക്ക മേടിക്കുന്നതിന് മുമ്പ് തന്നെ ശരിയാക്കേണ്ട സംഗതി ഇതിൻ്റെ കുപ്പിയാണ്. ഇത് ഇട്ട് വെക്കേണ്ട പാത്രമാണ്. ഞാൻ അത് 2 ദിവസം മുമ്പേ കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് തണുത്തിട്ടേ അതിലൊഴിക്കാൻ വെക്കുവേ. നല്ല മണം. 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങാം. എന്നാൽ ഇരിക്കും തോറും അതിന് ടേസ്റ്റ് കൂടുക. നല്ല ഇളക്കി കൊടുക്കുക. ഞാൻ താത്ത് വെച്ചിട്ട് എൻ്റെ എണ്ണ കിടപ്പുണ്ട്. വേവിച്ച് കളയല്ലേ, ഇത് വെന്തൊന്നും പോയിട്ടില്ല. ആ എണ്ണയുടെ ചൂടിൽ മറ്റേ ചെറിയ തീ കിടന്നല്ലേ ഒരു 2-3 മിനിറ്റ് ഞാൻ ഇളക്കിയത്. നെല്ലിക്കയ്ക്കൊക്കെ ചൂടായി വന്ന് തുടങ്ങിയതേ ഉള്ളായിരുന്നത്. എന്നാലും ഒന്ന് ചൂടാവണം കേട്ടോ, അല്ലാതെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പോക്കും. അതിനകത്ത് വെള്ളം ഇല്ലെങ്കിലും നെല്ലിക്കയുടെ അരപ്പിൻ്റെ ആ നീരില്ലേ നമ്മൾ കണ്ടിക്കുമ്പോഴൊക്കെ, വെള്ളം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് വെളിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപയോഗിക്കുന്ന പ്ലേറ്റ്, സ്പൂണ്, പിന്നെ എപ്പോഴും കൊണ്ടുവന്ന് വലിയ കുപ്പിയിൽ ഇടാതെ ആവശ്യത്തിനെടുത്ത് ചെറിയ 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 കുപ്പിയിലാക്കി വെക്കുക. തീരും തോറും എടുത്ത് വെക്കുക. അന്നേരം എത്ര നാൾ വേണോലും ഇത് പുറത്തിരുന്നോളും. നല്ല തണുക്കട്ടെ, തണുത്തിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. നമ്മുടെ നെല്ലിക്ക പിക്കിളേ ഞാൻ ഒന്ന് തണുത്തിട്ടങ്ങ് അടച്ചു വെച്ചേ. ചൂടോടെ അടച്ചു വെക്കല്ലേ, കാര്യം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം, അടപ്പിൻ്റെ വെള്ളമൊക്കെ അതിനകത്തൊന്ന് വീഴും. വെള്ളമേ ആവരുത്. ഒന്ന് വെള്ളം ചൂടുള്ളപ്പോൾ അങ്ങനെ എപ്പോഴും തുറന്നിടാൻ വെക്കത്തില്ലല്ലോ. ഒരു 3-4 മണിക്കൂറായി ഈ പാത്രത്തിന് നല്ല ചൂടില്ലേ, തണുത്ത് വരാനൊക്കെ ഭയങ്കര നല്ല തണുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കേ. എന്ത് മണമെന്നറിയാവോ, നല്ലൊരു മണം, ഒരു പ്രത്യേക. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പിക്കിളാണ് കേട്ടോ. അത് അവർ ഉപയോഗിക്കുന്ന കടുകെണ്ണയാണ്. പിന്നെ ജീരകം ഉപയോഗിക്കില്ല ഞാൻ. അവർ ജീരകവും പിന്നെ ഈ വെളുത്ത കടുകില്ലേ അത് ചേർക്കാറുണ്ട്. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അതിന് പറയുന്നത് കടുക് പൊട്ടിച്ച്. പിന്നെ ചിലത് കുരുമുളക് ചേർക്കാറുണ്ട്, ഗരം മസാലപ്പൊടി ചേർക്കാറുണ്ട്. എന്ത് ടേസ്റ്റാണെന്നറിയാം, ഇത് നല്ല മണം. പിന്നെ വെള്ളം ഇതിനകത്ത് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കണേ, കുറച്ചെണ്ണ. അത് എണ്ണയും ഞാൻ ആ തണുത്തല്ലേ ചൂടാക്കി തണുപ്പിച്ച എണ്ണ ഒഴിക്കണ്ടേ, ഇതിൽ നിന്ന് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇപ്പോൾ 1 ലിറ്റർ എണ്ണ എടുത്തതാണ്, ബാക്കി നോക്കട്ടെ, ഇത് ഇളക്കി നോക്കട്ടെ ഇനി എത്ര ഉണ്ട്. ചൂടാക്കാത്ത എണ്ണ ഒഴിക്കല്ലേ. ഈസിയല്ലേ ഈ പിക്കിളിടാനായിട്ട്.
ഇതിനി നമുക്കൊന്ന് ആ കുപ്പിയിൽ ഇട്ട് വെക്കേ. ഇത് ഉപ്പൊക്കെ നോക്കണേ. നമുക്ക് താഴെ എടുത്ത് വെക്കാം. ഈ കുപ്പിയിലോട്ട് നമുക്കിത് ഫില്ല് ചെയ്യാം. ഞാൻ ഒരു പിക്കിളിലും വിനാഗിരി ചേർക്കാറേ ഇല്ല. ഇത് പച്ചമുളക്, ഞാൻ മുളക് കുറച്ച് ചേർത്തിട്ടുള്ളേ, മുളക് പൊടി. അത് കാശ്മീരി മുളക് പൊടി ചേർത്തേക്കുന്നത്, പിരിയ മുളക് പൊടി ഇല്ലേ. പിന്നെ പച്ചമുളക് ഞാൻ ചേർത്ത പച്ചമുളക് 100 ഗ്രാം പച്ചമുളക് ചേർത്തില്ലേ. അയ്യോ ഭയങ്കര എരിയുള്ള പച്ചമുളകാണ്. കാന്താരി മുളക് ഉണ്ടെങ്കിലും ചേർക്കാൻ. നല്ല എരിയുള്ള പച്ചമുളക്, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്ത്. പിന്നെ എരിക്കനുസരിച്ച് ചേർക്കുക. ഇനി ഇതിനകത്ത് നല്ല ചോറൊക്കെ അങ്ങോട്ട് പച്ച ചോറിട്ട് വരെ കഴിക്കണം ഈ ഇരുമ്പേട്ടിയിൽ. ഓക്കെ, അത് സൂപ്പർ നെല്ലിക്കാപ്പിക്കളെ. ഇതിൻ്റെ പുറത്തിച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. പച്ചെണ്ണ പറഞ്ഞ കണക്ക് എപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്, നല്ലെണ്ണ ചൂടാക്കി തണുത്ത എണ്ണയും ഇനി ഒഴിക്കാവുള്ളേ. ഓക്കെ, നല്ല പിക്കിൾ, ചോറുണ്ണാനൊക്കെ ബെസ്റ്റ് സാധനമാണിത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഇത് ഉണ്ടാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. മറ്റേ പിക്കിൾ നോക്കണേ, നെല്ലിക്ക പിക്കിൾ ഇട്ടത്, അതും നല്ല സൂപ്പറാണ്. അപ്പോൾ എടുക്കുന്ന രീതി വെള്ളമയം തൊടുകയും ചെയ്യരുത്. സ്പൂണിലായാലും ഇത് എപ്പോഴും ഇതിനകത്ത് കൊണ്ടുവന്ന് ഡയറക്റ്റ് എടുക്കാൻ നോക്കരുത്. കുറച്ച് എടുത്ത് വെച്ചിട്ട് ഒഴിക്കുക, ഉപയോഗിക്കുക. കുറച്ച് ചെറിയ ചെറിയ പാത്രങ്ങളിൽ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കുക. ഒരുമിച്ചെടുത്ത് തുറന്ന് അപ്പോഴപ്പോഴും എടുക്കരുത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഇതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. മേളിലൊരു ഇച്ചിരി എണ്ണ നിൽക്കണം. മതി, അധികം കൊടുക്കണം. 1 ലിറ്റർ എണ്ണ എടുത്തിട്ട് ഇത്രയുണ്ട് 2 കിലോ നെല്ലിക്കയ്ക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.